അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഗൂഢാലോചന നടത്തിയ ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ അയച്ചു കൊടുത്ത ആളുകൾക്ക് പോലും വധശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് എ ജയശങ്കർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ പതിവാണ്, അതിന് പിന്നിൽ വലിയ ഗൂഢാലോചനകളില്ല, പകരത്തിന് പകരം എന്ന രീതി, അതൊക്കെയായിരുന്നു പ്രതിഭാഗം കോടതിയിൽ ഉയർത്തിയ വാദങ്ങൾ. പക്ഷേ ഒരു മാതൃകാപരമായ ശിക്ഷാവിധി ലഭിച്ചു എന്ന് പറയാമോ അഡ്വക്കേറ്റ് ജയശങ്കർ? ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ വളരെ പൈശാചികമായ രീതിയിലുള്ള ഒരു കൊലപാതകമാണ് നടന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ പുത്തരിയല്ല. പല രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലുള്ള കടോര കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് തലശ്ശേരിയിൽ മറ്റൊക്കെ RSS മാർക്സിസ്റ്റ് സംഘടനകൾ വ്യാപകമായിട്ടുണ്ടായിരുന്നു. പിന്നീട് നാദാപുരത്ത് മാർക്സിസ്റ്റുകാർ ലീഗുകാർ തമ്മിലുള്ള സംഘടനകളുണ്ടായിരുന്നു. സമീപകാലത്ത് പോപ്പുലർ ഫ്രണ്ടുകാരും ഇതുപോലെ പല ആക്രമണങ്ങൾ നടത്തി നമുക്കറിയാം. പോപ്പുലർ ഫ്രണ്ടുകാരും RSSകാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ടുകാർ ആസൂത്രിതമായി പല കടവര കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയതുപോലെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അവർ പല ആളുകളെയും ഈ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. മഹാരാജ് കോളേജിൽ അഭിമന്യു എന്ന് പറഞ്ഞ SFI പ്രവർത്തകനെ കൊലപ്പെടുത്തിയത് നമുക്കറിയാം. ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവിടെ ഷാൻ എന്ന പേരുള്ള ഒരു SDPI പ്രവർത്തകനെ, ഒരു നേതാവിനെ RSSകാർ വെട്ടിക്കൊല്ലും. അതിന് പ്രതികാരമായി നേരം പുലരുന്നതിന് മുമ്പ് ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു. അതിന് അവർ നേരത്തെ തന്നെ കൊല ചെയ്യേണ്ട ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വീട്ടിൽ ആക്രമണം നടത്തുന്നു. പുലർച്ചെ നിരായുധനും നിസ്സഹായനുമായ മനുഷ്യനെ കൂടം കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തും. ചെറിയ സംഭവമല്ല. തല ഒറ്റ അടിക്ക് തകർന്നു പോകും. വാൾ വീശിയായ അദ്ദേഹത്തിന്റെ ഭാര്യയും 2 പെൺകുട്ടികളെയും വൃദ്ധയായ മാതാവിനെയും ഭീഷണിപ്പെടുത്തും. അവരെ കൺമുമ്പിൽ വെച്ചാണ് ഈ കടവര കൃത്യം നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വളരെ ക്രൂരമെന്ന് പറഞ്ഞ പോലെ പൈശാചികമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടത്തി കഠിനമായ ശിക്ഷ അവർ അർഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. പ്രോസിക്യൂഷൻ സാക്ഷികളെ ഹാജരാക്കി മരിച്ചുപോയ ആളുടെ ഭാര്യ, കുട്ടികളടക്കം അവർ മൊഴി കൊടുത്തു. മൊഴി കോടതിക്ക് അവിശ്വസിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കുറ്റക്കാരെന്ന് കണ്ടു. പിന്നെ എന്ത് ശിക്ഷ കൊടുക്കണം എന്നുള്ളത് കോടതിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അപൂർവത്തിൽ അത്യപൂർവം എന്ന് കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും മരണശിക്ഷ കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒരാളെ കൊന്നതിന് 15 പേരെ തൂക്കിക്കൊല്ലം വിധിച്ച സംഭവം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. ഈ രീതിയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലത് നമ്മൾ കേട്ടിട്ടുണ്ട്, പലതും കോടതിയിലേക്ക് എത്തിയതും ശിക്ഷയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ രീതിയിലുള്ള ഒരു ശിക്ഷ ഇത് ആദ്യമാണോ ശ്രീ ജയശങ്കർ? അതെ, 15 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. പിന്നെ അതുപോലെ ഈ സ്ഫോടന കേസുകളിലൊക്കെ ബോംബെ സ്ഫോടനത്തിൽ 10 പേരെ ആണ് വിചാരണ കോടതി തൂക്കാൻ വിധിച്ചത്, ടാഡ കോടതി. അഹമ്മദാബാദ് സ്ഫോടന കേസിൽ സമീപകാലത്ത് 16 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ച സംഭവം അത് മലയാളികൾ തന്നെ ഉണ്ടായിരുന്നു. 3-4 പേർ മലയാളികളാണ്. ഈരാറ്റുപേട്ടക്കാരായ ഷാദുലി, ശിബിലി, അവരൊക്കെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. ഇതൊരു തീവ്രവാദ സംഘടന നടത്തിയ ആക്രമണം എന്ന രീതിയിലും വളരെ പൈശാചികമായ കൊലപാതകം എന്ന രീതിയിലുമാണ് കോടതി ഇത്ര വലിയ ശിക്ഷ വിധിച്ചെന്ന് എനിക്ക് തോന്നുന്നു. സെഷൻസ് കോടതിക്ക് തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ മാത്രമേ അധികാരമുള്ളൂ. തൂക്കിക്കൊല്ലണമെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്ഥിരീകരിക്കണം, എന്നാലേ ശിക്ഷ നടപ്പാക്കാൻ പറ്റും. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് എ ജയശങ്കർ സംസാരിച്ചതിന്.